വേഗം നടക്ക്. ആ 3 പേരെ ഞാൻ അകത്ത് പൂട്ടിയിട്ടിട്ടുണ്ട്. വാ വാട സർ. അകത്തേക്ക് നോക്കടോ. ചെല്. ഇവിടെ ഒന്നും ആരുമില്ല സർ. വാടോ. ഈ നാടിന്റെ മുക്കും മൂല എല്ലായിടവും പരിശോധിക്കണം. മണിമാല അവരുടെ കയ്യിലാണ്. കണ്ടുപിടിക്കുന്ന സമയത്ത് തന്നെ ഓൺ ദ സ്പോട്ടിൽ തീർത്തേക്കണം 3 എണ്ണത്തിനെയും. ഇനി നീയൊക്കെ മണിമാല കൊണ്ടല്ലാതെ എന്റെ മുന്നിൽ വന്നു പോകരുത്. പോ. മോളെ, ഞാൻ പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടല്ലോ. ദേ, ഈ മണിമാല കാത്തു സൂക്ഷിക്കേണ്ടത് മോളുടെ ഉത്തരവാദിത്തോ. ഇതാ അവരുടെ വീട്. ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. എടോ, ഓവർടേക്ക് ഇടോ അങ്ങോട്ട്. എടോ ഡ്രൈവറെ, ബസ് എടുത്തോ. പോലീസിനെ പറ്റിച്ച് കടന്നു കളയാന്ന് വിചാരിച്ചോ? എണീറ്റ് അങ്ങോട്ട് നടക്കാൻ.
ഹലോ, നീ എവിടെയാ? ഞാനിവിടെ ഉണ്ട്. ആ കിളവനും കിളവിയും ചത്തല്ലേ? ഞാൻ അറിഞ്ഞു. ആ, പിന്നെ എന്തിനാ അവിടെ തങ്ങുന്നത്? ആ മണിമാലയും കൊണ്ട് വേഗം ഇങ്ങോട്ട് വന്നൂടെ? അത് ചേച്ചി, ഒരു പ്രശ്നമുണ്ട്. മണിമാല മിസ്സിങ്. അതും കൊണ്ട് ആ കാര്യസ്ഥനും ഭാര്യയും മകളും രക്ഷപ്പെട്ടു. ഇന്ന് രാത്രിക്ക് രാത്രി അവരെ കണ്ടുപിടിച്ച് 3 എണ്ണത്തിലും തീർത്തിട്ട് ആ മണിമാലയായി ഞാൻ വരും. നാളെ നേരം വെളുക്കുമ്പോ എന്റെ കയ്യിൽ ആ മണിമാല ഉണ്ടാവണം. ഉറപ്പ്. അമ്മേ, അമ്മ എന്തെങ്കിലും കാര്യത്തിൽ ടെൻഷനാണോ? എന്ത് ടെൻഷൻ? എനിക്ക് സന്തോഷല്ലേ മോനെ. നാളെ എന്റെ മോൻ ക്യാപ്റ്റൻ അർജുന്റെ ഫസ്റ്റ് ഫ്ലൈയിങ് അല്ലേ? അതിനേക്കാളും വലിയൊരു സന്തോഷം എന്താ അമ്മയ്ക്ക്? പക്ഷേ എന്നെ അതിനേക്കാൾ എക്സൈറ്റഡ് ആക്കുന്ന കാര്യം എന്താണെന്നറിയോ? അമ്മയുടെ അച്ഛന്റെയും വരാൻ പോകുന്ന 30ാമത് വിവാഹ വാർഷികത്തെ കുറിച്ച് ഓർത്താ. വി ഷുഡ് സെലിബ്രേറ്റ് ദാറ്റ്. എല്ലാരും ഒക്കെ വിളിച്ച് വലിയ ആർഭാടമായിട്ട്. അതിനേക്കാൾ വലിയ മറ്റൊരാഘോഷമുണ്ട്. നിന്റെ വിവാഹം. നിനക്ക് വേണ്ടി ഉടനെ ഒരു പെണ്ണിനെ നോക്കണം. നമ്മുടെ കുടുംബം പോലെ വലിയൊരു കുടുംബത്തിൽ നിന്ന് ദേവതയെ പോലെ ഒരു സുന്ദരി പെണ്ണ്. അതെ, ദേവതയെ പോലൊരു പെൺകുട്ടിയെ തന്നെയാ അർജുന് വേണ്ടത്. എന്താടി, എന്നെ കണ്ട ദേവതയെ പോലെ തോന്നുന്നില്ലേ? എനിക്ക് തോന്നിയിട്ട് എന്താ കാര്യം? അർജുൻ സാറിന് തോന്നണ്ടേ? തോന്നും മോളെ. ഇല്ലെങ്കിലേ ഞാൻ തോന്നിപ്പിക്കും. എന്റെ ലക്ഷ്യങ്ങളെല്ലാം അടുത്തു തന്നെയുണ്ട്. ഉടനെ ഞാനെല്ലാം നേടിയെടുക്കുകയും ചെയ്യും. ദേ ഐശ്വര്യ, ആവശ്യമില്ലാത്ത സ്വപ്നങ്ങൾക്ക് കുറയ്ക്കുന്നേ, ഇല്ലെങ്കിലേ ദുഃഖിക്കേണ്ടി വരും. എന്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ പറയുകയും ചെയ്യും. അർജുനെ കൊണ്ട് അത് സമ്മതിപ്പിച്ച് ഭാര്യയായി അവന്റെ വീട്ടിൽ താമസിക്കുകയും ചെയ്യും. പോകുന്നു. വാടാ, അവരെ പിടിക്കാം. നിൽക്കാൻ. ഹലോ, നീയൊക്കെ ഇത് എവിടെയാ? അവര് റെയിൽവേ സ്റ്റേഷനിലുണ്ടെന്ന് പോലീസ് വിളിച്ചു പറഞ്ഞു. വേഗം അങ്ങോട്ടില്ലേ. ഞങ്ങൾ അമ്മയും മോളെ കണ്ടു. നീയൊക്കെ വല്ല തള്ളയുടെ മോളുടെയും പുറകെ നടക്കാതെ വേഗം റെയിൽവേ സ്റ്റേഷനോട്ട് ഇല്ലടാ. അയ്യോ, എനിക്ക് നോക്കിയും കണ്ടൊക്കെ റോഡ് ക്രോസ് ചെയ്യണ്ടേ? എന്തെങ്കിലും പറ്റിയോ? അയ്യോ, നിക്കേ. ഒന്നുമില്ല.
ഇത് പിടിച്ചോ. നിങ്ങൾ ഇത്ര അത്യാവശ്യം എവിടെ പോകാൻ വന്നാ? ഞങ്ങള് ഒരാള് അന്വേഷിച്ച് തിരുവനന്തപുരത്ത് പോവാ. ഇറങ്ങിയപ്പോ ലേറ്റ് ആയി പോയി, ബസ് മിസ്സായി. ഇന്നിപ്പോ എന്തായാലും ഇത്ര ലേറ്റ് ആയില്ലേ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോയിട്ട് നാളെ പോകുന്നല്ലേ നല്ലത്. അയ്യോ അത് പറ്റില്ല, നാളെ രാവിലെ ഞങ്ങൾക്ക് അവിടെ എത്തണം. ഞാൻ ട്രിവാൻഡ്രത്തേക്കാ, നിങ്ങൾ കയറിക്ക്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഇനി അങ്ങോട്ടേക്ക് ബസ്സൊന്നും കാണില്ല, ലാസ്റ്റ് ട്രെയിൻ ഇപ്പൊ പോയത്. അമ്മേ, എന്തായാലും ഞാൻ അങ്ങോട്ടേക്കാണല്ലോ, അപ്പോ ഞാനൊരു സഹായം ചെയ്യുന്നു കരുതിയാ മതി. ഇനി ആലോചിച്ച് സമയം കളയണ്ട, നിങ്ങൾ കയറ്. അമ്മേ, ധൈര്യമായിട്ട് കയറുന്നേ. വൈകുന്നേരത്തെ ചീരക്കറി നന്നായിരുന്നു. എപ്പോഴാ തിരുവനന്തപുരത്ത് എത്തുന്നേ? അല്ല, അമ്മ ചോദിക്കാൻ പറഞ്ഞതാ. അല്ല, അമ്മയ്ക്ക് എന്നോട് ചോദിച്ചൂടെ? അമ്മയ്ക്ക് സംസാരിക്കാനാവില്ല. സോറി. പക്ഷേ പറഞ്ഞ അമ്മയ്ക്ക് കേൾക്കാം. ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരുന്ന വെളുപ്പിന് അങ്ങ് എത്തും, അല്ലെങ്കിൽ ചിലപ്പോ താമസിക്കും. അത് മറ്റൊന്നും കൊണ്ടല്ല അമ്മേ, എനിക്ക് ഇടയ്ക്ക് ഉറക്കം വന്നാ ഞാൻ കാർ ഒതുക്കി കുറച്ചൊന്ന് ഉറങ്ങും, അതാ. ഓ പറയാം. അല്ല, ലേറ്റായ ആളെ കാണാൻ പറ്റില്ലെന്ന് അമ്മ പറയുന്നേ. അതുകൊണ്ട് ഉറങ്ങാതിരിക്കുന്ന അമ്മ ചോദിക്കുന്നേ. ഞാൻ ശ്രമിക്കാം. തിരുവനന്തപുരത്ത് ജോലിയാണോ? അല്ല, അമ്മ ചോദിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചതാ. അല്ല, ശരിക്കും അമ്മ ചോദിച്ചു തന്നെയാണോ ഇതൊക്കെ? അല്ലാതെ ഞാനെന്തിനാ ഇതൊക്കെ അറിയുന്നേ? ഓ, എങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ, എവിടെയെന്നാ അമ്മ ചോദിക്കുന്നേ? ഓ, ഒരു വീട്ടിലാ. ആ, വീട്ടിലോ? വീട്ടിലെന്ത് ജോലി? ആ ജോലിയാ ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത്, ഡ്രൈവിംഗ്. ആ, ബെസ്റ്റ് ഡ്രൈവറിന് കിട്ടിയ ട്രോഫി ആയിരിക്കുന്നത്. അത്ര നല്ല ഡ്രൈവറാണോ? അതെ, എനിക്ക് ചില പ്രത്യേക തരം ഡ്രൈവിംഗ് അറിയാം. അതെന്താ? ഞാൻ ചിലപ്പോ ഉറങ്ങിക്കൊണ്ടും വണ്ടി ഓടിക്കും. പിന്നെ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്നാ ഉറക്കം വരില്ല, വെളുപ്പിന് അങ്ങ് എത്തുകയും ചെയ്യാം. സംസാരിച്ചിരുന്ന ഉറക്കം വരില്ലേ? ഇല്ല. ഫ്രണ്ട് സീറ്റിലായിരുന്നെങ്കിൽ ബോറടിയില്ല, ഉറക്കവും വരില്ല. അമ്മേ, അമ്മ ഇപ്പൊ എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. ഇരിക്കുന്നോ? വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. വണ്ടി ഓടിക്കുന്നതിനിടയ്ക്ക് എങ്ങാനും ഞാനെങ്ങാനും ഉറങ്ങിപ്പോയി ആക്സിഡന്റ് സംഭവിച്ചാ ഈ രണ്ട് പാവങ്ങളും തട്ടിപ്പോവല്ലേ ഈശ്വരാ. കാർ നിർത്ത്, ഞാൻ ഫ്രണ്ട് സീറ്റിൽ വന്നിരിക്കാം. അതാ നല്ലത്. ഇതൊന്നവിടെ വച്ചേക്ക്.
ബെൽറ്റ്, സീറ്റ് ബെൽറ്റ് അതിങ്ങെടുക്ക്. ഓക്കെ ഓക്കെ. ഓക്കെ, പോവാം. അതെ, ഒരു ചായ കുടിച്ചാലോ? ഹലോ ഹലോ, ഹായ്, ട്രിവാൻഡ്രത്തി. അമ്മേ, അമ്മ വാ. അതെ, അല്ല, ഒരു താങ്ക്സ് പോലും പറയാതെ പോവാണോ? താങ്ക്സ്. എന്നാലേ ഒരു താങ്ക്സ് ഞാൻ അങ്ങോട്ടും പറയാം. എന്തിന്? ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് സംസാരിച്ചില്ലേ, അതിന്. ചേച്ചി വിളിക്കാം. അയ്യോ, തന്നെ ഇന്നലത്തെ ഓട്ടത്തിലെപ്പോഴോ ഫോൺ കളഞ്ഞു പോയെന്നാ തോന്നുന്നമ്മേ. കൺഗ്രാറ്റ്സ് സർ. താങ്ക് യു. അർജുൻ സാർ പോയോ? ഇല്ലല്ലോ. എന്താ കാര്യം? ഈവനിംഗ് നടക്കേണ്ട മീറ്റിംഗിലത്തേക്ക് അർജുൻ സാറിന് പ്രസന്റ് ചെയ്യേണ്ട ഫയലാ. ഞാനൊന്ന് നോക്കട്ടെ, പോയോന്ന്. 1 സെക്കൻഡ്. സാരല്ല, ഞാൻ കൊടുത്തേക്കാം. ഇങ്ങതാ. ചേച്ചി ലോഡർ വേണോ? ചേട്ടാ, ആ ഫോണൊന്ന് തരുമോ? ഓ, ഹലോ. ഹലോ ചേച്ചി, ഞാൻ ചിന്നുവാ. ഞാനും അമ്മയും. ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാം. ചേച്ചി, ഇത് വേറൊരാളുടെ ഫോണാ. ചേച്ചി എന്തോ തിരക്കിലാണെന്ന് തോന്നമ്മേ. താങ്ക്സ് ചേട്ടാ. പഴവങ്ങാട് വിനായകൻ അനുഗ്രഹിക്കട്ടെ. സാരമില്ലമ്മേ, ചേച്ചി എന്തെങ്കിലും അത്യാവശ്യത്തിലായിരിക്കും. നമ്മളിവിടെ വന്നതൊന്നും ചേച്ചിക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് ചേച്ചി താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവാം. അവിടെ പോയി കാര്യങ്ങളെല്ലാം പറയാം. അമ്മ വാ. Arjun sir is coming. Arjun sir is coming. ക്യാപ്റ്റൻ അർജുന് രമാനിലയത്തിലേക്ക് സ്വാഗതം. താങ്ക്സ് അമ്മ. ആ മോനെ, നന്നായി വരട്ടെ. മുത്തശ്ശി, അച്ഛൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും.
ഉം. ദാ. ഇനി നീ ചെന്ന് നല്ലോണം റെസ്റ്റ് എടുത്തോളൂ. അതിനുള്ള സമയം ഉണ്ടാവില്ലമ്മേ. ഇന്നും ഒരു മീറ്റിംഗ് ഉണ്ട്. അതിൽ ഞാനാ പുതിയ പ്രോജക്റ്റ് അവതരിപ്പിക്കേണ്ടത്. എനിക്കാണെങ്കിൽ നല്ല ടെൻഷനും ഉണ്ട്. നീ രമാദേവിയുടെ മകനാ. യു ആർ ഓൾവേസ് ദ വിന്നർ. ആഹാ, ട്രോഫിയൊക്കെ ഉണ്ടല്ലോ. ഏതോ മത്സരത്തിൽ ജയിച്ചിട്ടുള്ള വരവാൻ തോന്നുന്നു. ഈ വർഷത്തെ ഞാറുനടൽ ഉത്സവത്തോടനുബന്ധിച്ചേ വടംവലി മത്സരമൊക്കെ ഉണ്ടായിരുന്നു. എന്റെ ടീമിനായിരുന്നു ഫസ്റ്റ്. അതിന് കിട്ടിയ ട്രോഫി അത്. ഇനി തന്നെ എന്റെ 2 മക്കളും മിടുക്കന്മാരാ. എന്റെ മൂത്ത മകൻ ആകാശത്തിലൂടെ വിമാനം പറത്തി അഭിമാനത്തോടെ വന്ന് എന്റെ മുന്നിൽ നിൽക്കുന്നു. ഇളയവനാണെങ്കിൽ മത്സരത്തില് 1ാം സ്ഥാനം നേടി ട്രോഫിയുമായിട്ട് വന്നു നിൽക്കുന്നു. അമ്മ, നാണം ഉണ്ടോടെ നിനക്ക്? കുറെ ലോക്കൽസിന്റെ കൂടെ ചെളിയിലും ചേറിലും കിടന്നിട്ട് വന്നിരിക്കുന്നു. അവന്റെ ഒരു സമ്മാനം. അർജുൻ, നീ അകത്തേക്ക് വാ. മക്കളുടെ സന്തോഷേ അമ്മമാരുടെയും കൂടിയാ. നിന്നോടത് പറഞ്ഞിട്ട് കാര്യമില്ല. നൊന്തു പ്രസവിച്ചവർക്കല്ലേ അത് മനസ്സിലാകൂ. ഇത് ചന്ദ്രലേഖയുടെ കൈ തന്നെ ഇരുന്നോട്ടെ, അല്ലേ? അച്ഛാ ഒരു മിനിറ്റ്. ആഹാ, ഇത് കൊള്ളാലോ. വാ. ഐശ്വര്യലക്ഷ്മിയെ കാണാൻ വിസിറ്റേഴ്സ് ഉണ്ട്. ശരി, ഞാനിപ്പോ വരാം. ഓക്കെ. എന്താടി, എന്തു പറ്റി? ആകെ കുഴപ്പായി. താഴത്ത് ഒരു അമ്മയും മോളും വന്നിട്ടുണ്ട്. ആ തള്ള ഒരു ക്യാൻസർ പേഷ്യന്റാ. ഞാൻ അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി കുറച്ച് ക്യാഷ് ഒക്കെ ഹെൽപ്പ് ചെയ്തതാ. ഇപ്പതേ നേരെ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. എന്റെ കയ്യിലാണെങ്കിൽ നയാ പൈസ ഇല്ല. വയ്യാത്ത ആളല്ലേ, നീ ചെന്ന് കാര്യം പറ. അതൊന്നും നടക്കില്ല. എടി, വല്ലാത്ത ശല്യ. നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ?
നിങ്ങളാണോ ഐശ്വര്യ കാണാൻ വന്നെന്ന് പറഞ്ഞത്? അതെ. ഐശ്വര്യ ഇവിടെ ഇല്ലാത്ത കാര്യം നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നോ? ഇവിടെ ഇല്ലേ? ഇല്ല, ഹോസ്റ്റൽ ഫീസ് പെൻഡിങ് ആയതുകൊണ്ട് ഐശ്വര്യയെ കഴിഞ്ഞ ആഴ്ച ഇവിടെ നിന്ന് പുറത്താക്കിയിരുന്നു. ഇപ്പൊ ആ കുട്ടി ഇവിടെ ഇല്ല. അതെ, ഐശ്വര്യ ചേച്ചി ഇപ്പൊ എവിടെയാണെന്ന് അറിയോ? അറിയില്ല. ചന്ദ്രാമേ, ചന്ദ്രാമ എങ്ങോട്ടേക്കാ? ഞാൻ മുന്നേ പറഞ്ഞതല്ലേ സർ, എന്നെ ചന്ദ്രാമ എന്ന് വിളിക്കുന്നത് മാഡം കേട്ട പ്രശ്നമാവൂന്ന്. ഞാനും മുന്നേ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നെ സാറേന്ന് വിളിക്കരുതെന്ന്. ചന്ദ്രാമ മാർക്കറ്റിലേക്കാണോ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സാറേ, ഞാനൊരു ഓട്ടോ വിളിച്ച് പൊയ്ക്കോളാം. ഞാൻ എന്നെ ഒരു ആവശ്യത്തിന് പുറത്തേക്ക് പോകുന്നുണ്ട്. ഞാൻ ചന്ദ്രമയെ മാർക്കറ്റിലാക്കിയിട്ട് പോയിക്കോളാം. നിക്കേ, ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറ്റിയിട്ട് വരാം. ശരി, ഓക്കെ. ഇവിടെ ഇരിക്ക, ഇപ്പൊ വരാം. ചേട്ടാ, ഒരു നാരങ്ങ വെള്ളം.